നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നമുക്ക് മാസം 1000 മുതൽ 2000 രൂപ വരെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സെല്ലാർ എന്ന് പറയുന്ന ട്രേഡിംഗ് ആപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ മിനിമം 1000 രൂപ മുതൽ, അഥവാ 11 USDT മുതൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ആരംഭിക്കാം. ഇനി നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല എന്ന് കരുതിക്കോ, കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രേഡ് ആയിക്കോളും. അതിനുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ ഞാൻ 1000 USD ഇട്ടിട്ടുണ്ട്. അത് 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഒരു 120 രൂപ മുതൽ, അല്ലെങ്കിൽ മിനിമം അതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് മിനിമം 0.3% നമുക്ക് റിട്ടേൺ വരും. 0.3 മുതൽ അങ്ങ് പോകും മുകളിലേക്ക്. ഇപ്പോൾ ഒരു 10,000 രൂപ ഇടുന്ന ആളാണെങ്കിൽ ഒരു 300 മുതൽ അങ്ങ് കയറും, അല്ലെങ്കിൽ 30 രൂപ മുതൽ എന്ത് ചെയ്യപ്പെടും, നമുക്ക് റിട്ടേൺ കിട്ടും. ഡെയിലി വരുമാനം നമുക്ക് കിട്ടും. അതായത് ഒരു മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10,000 രൂപ ഇടുന്ന ആൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ദിവസം 30 ആണെങ്കിൽ 30 ദിവസം 30 രൂപ വെച്ചിട്ട് 1000 രൂപയെ, അല്ലെങ്കിൽ 1000 രൂപ അടുത്ത് നമുക്ക് റിട്ടേൺ കിട്ടും. ഇനി 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മാക്സിമം റിട്ടേൺ പറയുന്നത് 3000 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അതായത് ടോട്ടൽ റിട്ടേൺ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3000 രൂപയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടോപ്പ് ചെയ്യും. ഇപ്പോൾ 1000 രൂപ ഇട്ട് നമുക്ക് ഡെയിലി ഇങ്ങനെ റിട്ടേൺ വരുന്നുണ്ട്. അത് നമ്മുടെ വാലറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ വാലറ്റാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. എൻ്റെ വാലറ്റിൽ ഞാനിപ്പോൾ ഓൾറെഡി $11 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് 25-ാം തീയതി എനിക്ക് ഒരു 3% കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 33 രൂപയാണ് പ്രോഫിറ്റ് ലിമിറ്റ് പറയുന്നത്. ശരിയാ, 33 രൂപ ഓരോ ഡേയിലും നമുക്ക് കയറുന്നതാണ് കാൽക്കുലേഷൻസ് കാണിക്കുന്നത്, കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് 11 USDT, അഥവാ 1000 രൂപയും. ഇനി അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് 10,000 എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള, 1000-ന് മുകളിലേക്ക് എത്രയാണോ അത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിലെല്ലാം നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ USDT നിങ്ങളുടെ കയ്യിലില്ലേ, അപ്പോഴും നമുക്ക് വിചാരിക്കും നമുക്ക് USDT കയ്യിലില്ലല്ലോ, നമുക്ക് എങ്ങനെ ചെയ്യാം. അതും കുഴപ്പമില്ല. അതിവിടുത്തെ ഹാൻഡ്ലിങ് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDTനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ USDT ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇനി അതല്ല നിങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു 1000-ഓ 10,000-ഓ ലക്ഷങ്ങളോ ഇട്ട ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഞാൻ 1000 ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനി പതുക്കെ ഇത് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് 3000 നമുക്ക് റിട്ടേൺ കിട്ടിയെന്ന് വിചാരിക്കുക. 3000 റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 3000 വിഡ്രോ ചെയ്യാം. ഇനി അതല്ല 3000 വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 1000 റിട്ടേൺ എടുത്തിട്ട് ബാക്കി 2000 ഇട്ട് കളിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ഒരു സേഫറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സോണായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിതിനെ കാണിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇനി ഇത് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കാണാം. വെൽക്കം ടു സെലാറഫെക്സ്. സെലാറഫെക്സിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ പേരാണ്. ഫസ്റ്റ് നെയിം എന്നുള്ള കോളത്തിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് നെയിം ആണ്, അതും എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് കൺട്രി ചൂസ് ചെയ്യാനാണ്. കൺട്രി കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിൽ ID ആണ്, നമ്മുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതായിരിക്കണം, കാരണം നമുക്ക് ഇനിയും പാസ്വേഡാണ് നമ്മൾ വീണ്ടും സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഐ എഗ്രി എന്നുള്ള അവിടെ ഒരു ടിക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ആ OTP കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെലാറഫെക്സിൻ്റെ പേജിലേക്ക് പേസ്റ്റ് ചെയ്യുക. വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സക്സസ്ഫുള്ളി അപ്പം സെലാറഫെക്സിലെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് അതാണ്. ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രേഡ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. ട്രേഡ് നൗ സെലക്ട് ചെയ്യുക. ദെൻ വരുന്ന പേജിലാണ് നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. മിനിമം നമുക്ക് $10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് അത് എൻ്റർ ചെയ്യുക. ട്രേഡ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് നമ്മുടെ പേയ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. പേയ്മെന്റ് ഇൻഫോർമേഷൻ എന്നുള്ളിടത്ത് ഫസ്റ്റ് നമ്മുടെ നെറ്റ്വർക്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഏതാണോ TRC20 ആണോ EP20 ആണോ ഏതാണോ നമ്മുടെ നെറ്റ്വർക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് മുകളിൽ നമുക്ക് വാലറ്റ് അഡ്രസ്സ് കാണാം. അവിടെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ആവും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പി ചെയ്ത വാലറ്റ് അഡ്രസ്സ് നമ്മൾ ഏതാണോ നമ്മുടെ ബിനാൻസ് ആണോ അതോ ട്രസ്റ്റ് വാലറ്റ് ആണോ ഏതിലാണോ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മുടെ ഡോളർ ഉള്ളത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ എമൗണ്ട് എൻ്റർ ചെയ്യുകയാണ് $10 എന്നുള്ളത്. ട്രാൻസാക്ഷൻ കൊടുത്തു, നമ്മുടെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് വന്ന പേജിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം. നമ്മൾ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന പേജിൻ്റെ ആ ട്രാൻസ്ഫർ എന്നുള്ള പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അവിടെ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഹാഷ് എന്നുള്ളടത്ത് കോപ്പി സിമ്പിൾ കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ID കോപ്പി ചെയ്യാം. വീണ്ടും നമുക്ക് നമ്മുടെ SellerFXന്റെ സൈറ്റിലേക്ക് വരാം. സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർമെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ തൊട്ട് മുന്നേ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ID ഇവിടെ കോപ്പി ചെയ്യുക. പിന്നീട് പേയ്മെന്റ് പ്രൂഫായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, ചൂസ് ഫയൽ കൊടുക്കുക, മീഡിയ പിക്കർ സെലക്ട് ചെയ്യുക. നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ആയതിനു ശേഷം ഡെപ്പോസിറ്റ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ വിഡ്രോൾ പാറ്റേൺ ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ വിഡ്രോൾ രീതികളൊക്കെ പറയുന്നത് ഇതേപോലെ തന്നെ വാലറ്റ് വഴി തന്നെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ടാകും. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോണാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിതിനെ കാണുന്നത്. അതായത് നമുക്കൊരു മന്ത്ലി റിട്ടേൺ കൃത്യമായിട്ട് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യാതെയും ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതി. മിനിമം ഒരു 2000 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൽ സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങൾ നേടുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ അവിടെയെല്ലാം അവർക്കെല്ലാം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സോണിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ട്രേഡ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ട്രേഡ് ഓട്ടോമാറ്റിക്കലി അവിടെ നടന്നോളും. ഡോണ്ട് വറി അബൌട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ബോധപ്പെടാവേണ്ട കാര്യമില്ല. എന്തായാലും ദിവസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു പാസീവ് ഇൻകം എന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിംഗ് ഇൻകം എന്ന രീതിയിൽ നമുക്കിതിനെ കാണാം. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.